നമ്മൾ ഒരുമിച്ചുള്ള അല്പനേരത്തെ വചനധ്യാനത്തിനായി for our short meditation, let us open our book, the Bible, to the Gospel according to Saint Luke, chapter 10, verses 1 to 12. Verses 1 to 12. അതാണ് വായിച്ച വേദഭാഗം. I would like to focus on verse 5, 6 and 9. 5, 6 and 9. ഏത് വീട്ടിൽ ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറവിൻ. അവിടെ ഒരു സമാധാന പുത്രമുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന് മേൽ വസിക്കും. 9-ാമത്തെ വാക്യം. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. ഇരുവായ് തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറുന്നതാം തിരുവചനം. സന്ധികളെ പോലും തുളച്ചിടും വചനം. ബന്ധനപാശങ്ങൾ അഴിച്ചിടും വചനം. രൂപാന്തരം നൽകും തിരുവചനം. തിരുവചനം അതിമധുരമയം. തേനിനേക്കാൾ മധുരതരം തിരുവചനം അതിമധുരമയം. തേനിനേക്കാൾ മധുരതരം. വചനമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, ഇരുവാ തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ഈ വചനം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ഒരുങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ബന്ധനപാശങ്ങളെ അഴിക്കുവാനും ഞങ്ങൾക്ക് രൂപാന്തരം നൽകുവാനും നീ ആഗ്രഹിക്കുന്ന പ്രകാരം ഈ പുതുവർഷത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അടിയന്റെ വായിന്ന് വന്ന വാക്കുകൾ ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കാൻ മശിഹാമൂലം സഹായിക്കുമാറാകണമേ. ആമേൻ. ഇന്ന് സഭയായി ബാഹ്യകേരള മിഷൻ എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ബാഹ്യകേരള മിഷൻ, ഔട്ട്സൈഡ് കേരള മിഷൻ. And the theme for today's message is call to evangelize. Call to evangelize. മാർത്തോമാ സഭയെ സംബന്ധിച്ച് മിഷൻ പ്രവർത്തനം കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടക്കുന്നു എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 1940-കളിൽ in 1940s ബാഹ്യ കേരള മിഷൻ പ്രവർത്തനങ്ങൾ അബ്രഹാം മാർത്തോമ ത്രാപ്പുഴത്താടെ ധന്യമായ നേതൃത്വത്തിൽ ദർശനത്തിൽ നടക്കുവാൻ സാധ്യമായി തീരുന്ന അനുഭവങ്ങളൊക്കെ ഓർക്കുകയും അതിന് ഭാഗക്കാരായി നമുക്കെല്ലാവർക്കും തീരുവാൻ ജീവിതത്തിൻ്റെ പലയിടങ്ങളിലും അതിന് സാധിച്ചു എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ
ഇന്ന് ഇതിൻ്റെ പ്രസക്തി വ്യത്യസ്തമാണ്. Today the emphasis of mission, it is everywhere where we are posted or everywhere that God has placed us. അന്നത്തെ സാഹചര്യത്തിൽ കേരളവും കേരളത്തിൻ്റെ പുറത്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നാം ആയിരിക്കുന്ന എല്ലാ ഇടവും ഒരു മിഷൻ കേന്ദ്രമാണ്. Wherever God has placed us with a mission. ആ ദൗത്യത്തെ നിറവേറ്റുവാൻ, to fulfill those mission perspectives, ഈ നാളുകൾ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു ചോദ്യമാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, when we look to this portion, we find Jesus sending 72 people. 72 people in addition to his disciples for the mission work. 72 പേരെ അയക്കുകയാണ്. 72. അതിന് ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അയക്കുന്ന പ്രത്യേക രീതിയുണ്ട്. എങ്ങനെ അയക്കുന്നത്? ഈരണ്ടായിട്ട് അയക്കുന്നത്, 2 by 2. വേദപുസ്തകം നോക്കുമ്പോൾ ഈ 2 by 2, that is very important. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തനികയല്ല, അവൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കാണുകയും പുരുഷന് വേണ്ടി ഒരു തുണയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. God created a companion for man, the husband and wife. നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടാകുമ്പോൾ, when there was the flood during the time of Noah, you know how he planned to escape, or how he planned to sustain the creation? 2 by 2, right? All the animals, all the birds, everyone 2 by 2. ഈരണ്ടായിട്ട്. വേദപുസ്തകത്തിൽ മൊത്തമായി നാം കാണുമ്പോൾ ഈരണ്ടായിട്ട് അയക്കുന്ന ശുശ്രൂഷ, ഇത് വളരെ വിലയേറിയതാണെന്ന്, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ടീം മിനിസ്ട്രി. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ കുടുംബമായി ഈ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുമ്പോൾ, ദിസ് ഇസ് പാർട്ട് ഓഫ് ദാറ്റ് സെൻഡിങ് ഔട്ട് എന്നത് നാം ഓർക്കണം. ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് സെൻഡിങ് ഔട്ട് ഇൻ ടു ദ മിഷൻ ഫീൽഡ്സ് ടു ഫുൾഫിൽ ഗോഡ്സ് മിഷൻ. നാം ഒരുമിച്ച് ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ ഇതിനോട് ചേർന്ന്, ആസ് ഹി ഈസ് സെൻഡിങ് the 72, he is giving some instructions. ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും വചന ശുശ്രൂഷ എടുത്തിട്ടുണ്ട്. എന്നാൽ 3 ലളിത ചിന്തകൾ ഈ ഭാഗം നൽകുന്നത് നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം എന്നത്രേ ആഗ്രഹിക്കുക. 3 short thoughts from the instructions that Jesus is giving to those who were sent out. ദൈവം അയക്കുന്ന ഇവർക്കുള്ള ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് 3 ലളിത ചിന്തകൾ ചിന്തിക്കാം. 2ാമത്തെ വാക്യം, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിനായി വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ എന്ന് പറയുകയാണ്. The harvest is plenty, but the laborers are few. The harvest is plenty, but the laborers are few. ഒന്നാമത്തെ ചിന്ത ഇവിടെ ഇതാണ്. It is never too late to respond to the call of God. It is never too late to respond to the call of God. ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുവാൻ നാം ഇപ്പോഴും താമസിച്ചിട്ടില്ല. It is never too late. നമുക്കറിയാം, ഹാർവസ്റ്റ്, കൊയ്ത്ത്, that is an agrarian imagery. ഒരു കാർഷികൻ തക്ക സമയത്ത് കൊയ്യാൻ വേണ്ടി, during the ripe of the harvest time, if he doesn't get the laborers, ആളിനെ കിട്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും? All his efforts will go in vain. It is not easy to, for a farmer to reach the harvest time. Lots and lots of his resources have already been spent
on the soil, on the fields, on the plants. ഇതിനു വേണ്ടിയൊക്കെ കണ്ടമാനം തൻ്റെ ശക്തിയും തൻ്റെ വിയർപ്പും തൻ്റെ പണവും എല്ലാം അതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. But if the farmer is not able to harvest, all those things would go vain. അതുകൊണ്ടാണ് പറയുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട്. There is lots of harvest, but the laborers are few. Agrarian imagery ആണെങ്കിലും ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. Though he is using the agrarian imagery, he is not speaking about the fields or the soil or the agriculture. He is speaking about life. ആത്മാക്കളെ കുറിച്ച്, the souls, അവരുടെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ സമർപ്പണ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഈ ഡ്യൂറിങ് അവർ camps, conferences, when we are given the altar call, മുമ്പോട്ട് വന്ന് തന്നെ സമർപ്പിക്കാനുള്ള ഒരു കോൾ നൽകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് the harvest is plenty but the workers are few. എന്നാൽ ഈ ഭാഗം നമ്മെ സൂചിപ്പിക്കുന്നത് ഈ വിളി ഇപ്പോഴും നിന്നിട്ടില്ല എന്നാണ്. This call still continues and God is still wanting laborers to work for him. He still wants people to go for him. There are multitudes of harvest needed to be done, but are we there to respond to the call of God? ഇതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ, കമന്ററി വായിച്ചപ്പോൾ പറയുന്ന വാക്ക് ഇതാണ്: we have to be careful as we listen to these words not to exclude ourselves because we are middle-aged or married or already have a career. The words are addressed to all of us to call for some kind of response from every one of us. It is never late to respond to the call. ഇപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വിളിക്ക് പ്രതികരിക്കുവാൻ സാധ്യമായി തീരുമോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ഈ ലേഖകൻ പറയുകയാണ്, ഇറ്റ് ഇസ് നോട്ട് നെവർ ടു ലേറ്റ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നിടത്ത്, the service that you are doing, the career that you are in, the place where you are placed, yes, those are the places where God is calling us to do his mission, to respond to his call. പാസ്റ്ററൽ മിനിസ്ട്രി ആവശ്യമാണ്. ഈ ഇടവകയിൽ നിന്നും തീർച്ചയായിട്ടും നാം വളർന്ന തലമുറയിൽ നിന്ന് ആരെങ്കിലും ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യണം എന്നൊരു സ്വപ്നം എല്ലാ വൈദികർക്കും ഉണ്ട്. നാം ആയിരിക്കുന്ന ഇടവകയിൽ നിന്ന് ഒരാളെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് പോകണം എന്നത്. So kids, children, if you are listening to this message, if God calls you to be a missionary, if God calls you to be a pastor, to be a priest, heed to that and answer to that call. And that's the challenge we have today. എന്നാൽ അത് മാത്രമല്ല, there is also need for the lay ministry. ആത്മായ ശുശ്രൂഷകരെ ആവശ്യമാണ്. How do we respond to that call? ഇന്നത്തെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് കമ്മ്യൂണിറ്റി സർവീസ്. I have heard of many people who have taken leave for a couple of years to do community service. ഇല്ല, അങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ട്. കുറച്ച് നാളത്തേക്ക് അവർ ചിലപ്പോൾ തനിയായിരിക്കും, അല്ലെ ഫാമിലി ആയിട്ടായിരിക്കും. They go somewhere. And I have seen back in India people from foreign countries coming to mission fields to serve for a couple of months. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരുന്നു, തിരിച്ചു പോകുന്നു. പെർസ്പെക്റ്റീവ് തന്നെ മാറ്റി ആണ് അവർ പോകുന്നത്. A challenge for us. നമുക്ക് എങ്ങനെ സാധ്യമായി തീരുന്നത്? പലർക്കും അത് സാധിച്ചിട്ടുണ്ട് എന്ന് മാർത്തോമാ സഭയിൽ തന്നെ സാധിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. അഡ്വക്കേറ്റ് പി എസ് സൈറസ് സാറിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഒരു വക്കീലായിരുന്നു. But he kept it aside and went to Orissa to the mission fields. ഒറീസയിലെ എല്ലാ മിഷൻ ഫീൽഡിന്റെ ആരംഭം അഡ്വക്കേറ്റ് പി എസ് സൈറസ് സാറിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഒരു പി ജെ ജോൺ സാറ്, എം ജെ ജോൺ സാർ റാന്നിയിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത കലാഹണ്ടി മിഷനോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു ആത്മായനാണ്. മിഷൻ ഫീൽഡിന് വേണ്ടി, മിഷൻ വർക്കിന് വേണ്ടി, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ സമയം മാറ്റിവെച്ച്
അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേതൃത്വം. And we believe that it is through him that the most interior tribal village of the Kalahandi mission was made known to the people of the Rani Nilakal diocese of the Marthoma Church. It is just through his initiative. Sadhana oru manushyanana, but taking the call of God and going out to connect with the mission that God had given him. P.T. Abraham sir, ഇവിടുത്തെ P.T. Abraham sir മെക്സിക്കോ മിഷനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം മെക്സിക്കോ മിഷൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സന്തോഷം ഒരു വീഡിയോയിൽ കൂടി കാണുവാൻ സാധിക്കുകയത്രേ ചെയ്തത്. A pioneer of coordinating the Mexico mission with the Marthoma Church, connecting it with the people, the God's mission. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. The only thing is, if we respond to the call, and it's not too late. It's never too late to respond to the call of God. Priyamulavare, that is the challenge that we have today in our life. എല്ലാ വർഷവും every year diocese parish appraisal form അയക്കും. എഴുതാൻ വേണ്ടി about the various functions of the parish. അതൊക്കെ അയച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അയച്ചു കൊടുക്കുമ്പോൾ അതൊരു ചോദ്യം ഇങ്ങനെയാണ്: how many individuals are interested in the work of the diocese as volunteers? How many youths are interested to work or help the students chaplain in the ministry of the students chaplaincy ministry? ഇതൊക്കെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക. ആരും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. നോ റെസ്പോൺസ്. But even now it's not late. താമസിച്ചിട്ടില്ല. If God is calling you, there is a call from within. Respond to it. അതാണ് ഒരു ചാലഞ്ച് ഈ ഒരു പുതിയ വർഷത്തിൽ ഈ വചനം നമുക്ക് നൽകുന്നത്. രണ്ടാമതായിട്ട് ചിന്ത എന്താണ് ഇവിടെ കാണുന്നത്? 3-ാമത്തെ വാക്യം, പോകുവിൻ, ചെന്നായുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുകയാണ്. I am sending you out as lambs among wolves. നേരത്തെ ഞാൻ പറഞ്ഞ വാക്യത്തോട്, നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ചേർത്താണ് ഞാൻ ഇതിനോട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. Responding to the God's call positively does not mean that we will be received with open arms. വീണ്ടും പറയാം. Responding positively to the call of God does not mean that we will be received. So Jesus is warning his followers. He's saying that, you are the lambs. നിങ്ങൾ ആരാണ്? കുഞ്ഞാടുകളാണ്. ഇല്ലേ? കുഞ്ഞാടുകളാണ്. പോകുന്ന ആരുടെ ഇടയിലാണ്? wolves. So if you are given an option to pet a lamb and a wolf, what will you choose? Lamb, of course. I would choose a lamb. I don't want a wolf, in my house howling and scratching and doing all those things. It's not, lamb എന്ന് പറയുന്ന, കുഞ്ഞാട് എന്ന് പറയുന്ന ലാളിത്യത്തിൻ്റെയും സൗമ്യതയുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. ത്യാഗത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. ഇന്നോസൻസ്, ഹംബിൾനെസ്, സിംപ്ലിസിറ്റി, ഇതിനെല്ലാം പ്രതീകമാണ്. The lamb is a symbol of all those things. But that is not the wolf. ചെന്നായെ സംബന്ധിച്ച് കിട്ടിയ നിമിഷം ഈ കുഞ്ഞാടിനെ ചീന്തി പറിച്ച് കീറി കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് നാം കാണുന്നത്. The wolf is ready to snatch, to tear, to kill the wolf, kill the lamb.
ഇവിടെ പറയുകയാണ്, your positive response to the call of God. That means it doesn't mean that we will be received with open arms. Contrary experience നമുക്കുണ്ടാകും. Though we go with the message of truth, love, compassion, justice, ഈ ഒരു മെസ്സേജുമായിട്ട് പോയാലും we may not be received positively. Oppositions ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും. Our message would be seen as a threat. It would be distorted. It would be misunderstood. ഒരു താക്കീത് കർത്താവ് യേശുക്രിസ്തു നൽകുകയാണ്. വീട്ടിലായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ പോകാൻ ആദ്യം എതിർപ്പ് വരുന്ന വീട്ടിൽ നിന്നായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ മാതാപിതാക്കൾ എതിർക്കുന്നത്, ഭർത്താവ് അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ഭാര്യ എതിർക്കുന്നത്, തിരിച്ചും. വീട്ടിൽ നിന്നാണ് ആദ്യം എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. വേദപുസ്തകം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വന്തം വീട്ടിൽ കർത്താവ് യേശുക്രിസ്തു അംഗീകാരമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എതിർപ്പ്. എന്നാൽ we are not supposed to be taken aback. ഇതൊരു താക്കീത് നൽകിയ, this is what the world is, this is what is going to be. ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരാശപ്പെടുകയല്ല. Don't be discouraged. This is how it is going to be. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരാൾ എതിർത്താൽ മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഈ ഒരു വാക്യം ചിന്തിച്ചാൽ മതി. Yeah, that is the way it is. But don't discontinue the mission that God has given you. എന്താണ് മിഷൻ? എന്താണ് ദൗത്യം? Verse 5, 6 and 9. നേരത്തെ ഞാൻ പറഞ്ഞ നേരത്തെ വായിച്ച 3 വാക്യങ്ങളാണ്. Our mission is to be agents of healing and peace. To be agents of healing and peace. സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും വാഹകരായി തീരുക എന്നാണ്. ഇവിടെ പറയുകയാണ്, 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ സമാധാനം എന്ന് പറയുവിൻ എന്നാണ് പറയുന്നത്. പീസ്, സമാധാനം. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിലെ രോഗികളെ സൗഖ്യമാക്കുവിൻ എന്ന് പറയുകയാണ്. ഈ 2 പ്രധാന മിഷനാണ് ഉള്ളത്, അധികം ഒന്നുമില്ല. പീസ് ആൻഡ് ഹീലിംഗ്. സമാധാനവും സൗഖ്യവും, ഇറ്റ് ഈസ് വെരി ഇന്റർറിലേറ്റഡ്. വളരെ ഗാഢമായ ബന്ധമുണ്ട്. വൺ ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ദി അതർ. സമാധാനം ഉള്ളിടത്ത് സൗഖ്യമുണ്ട്, സൗഖ്യമുള്ളിടത്ത് സമാധാനമുണ്ട്. എന്താ സമാധാനം? വാട്ട് ഇസ് പീസ്? ഷാലോം എന്ന വാക്കാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ വായിക്കാം. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് വയലൻസ്. It is much more sense of violence. It is a deep inner harmony within oneself, with others, with one's environment and with God. എനിക്ക് എന്നോടും അപരനോടും ഈ പ്രകൃതിയോടും ദൈവവുമായൊരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു ഹാർമണി, ഒരു സ്വാന്തനമാണ് സമാധാനം. That is peace. Blessed are the peacemakers, for they shall be called the children of God. കർത്താവ് യേശുക്രിസ്തു തന്റെ ഉപമകളിൽ പറയുന്ന ഒരു വാക്കാണല്ലോ പീസ്, സമാധാനം. ഹീലിംഗ്. എന്താണ് ഹീലിംഗ്? ഹീലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് റിഡ് ഓഫ് സിക്നസ്. കോവിഡ് വന്നാൽ ഒരാഴ്ച അല്ലെ 2 ആഴ്ച വിശ്രമിച്ചാൽ സംഭവം മാറും. എന്നാൽ ആ ഹീലിംഗ് അല്ല ഈ ഹീലിംഗ്. ഹീലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് റിഡ് ഓഫ് സിക്നസസ്. It is making the person whole again. മനുഷ്യനെ പൂർണ്ണമായി
പൂർണ്ണത മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതാണ് സൗഖ്യം എന്നത് നാം കാണുകയാണ്. ഹീലിംഗ് കംപ്ലീറ്റ്ലി. സോ ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, ഫീലിങ്സ്, ഇതിന്റെ എല്ലാം ഒരുമിച്ചുള്ള ഒരു സൗഖ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് രോഗികൾക്ക് സൗഖ്യമാക്കുവിൻ എന്ന് പറയുമ്പോൾ ഹീലിംഗ് ആൻഡ് പീസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എവിടെ സൗഖ്യമുണ്ടോ അവിടെ സമാധാനമുണ്ട്. ദാറ്റ് ഇസ് എ സൈൻ ഓഫ് ഹോൾ ഇന്നർ പീസ്. ഇന്ന് നമുക്ക് വിസിബിളായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിലും കുറവുള്ളത് ഇതിൻ്റെയാണ്, സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും. ഹീലിംഗ് ഓഫ് അൺറിക്കൺസൈൽഡ് ബ്രോക്കൺ റിലേഷൻഷിപ്സ്, അനുരഞ്ജനപ്പെടാത്ത തകർന്ന ബന്ധങ്ങൾ, അൺഹീൽഡ് വൂൺസ്, സൗഖ്യമാക്കാത്ത മുറിവുകൾ, അൺക്വെഞ്ചബിൾ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, അടക്കാനാകാത്ത വികാരങ്ങൾ, അൺബെയറബിൾ ഗിൽറ്റ്, അസഹനീയമായ കുറ്റബോധം, അൺകവറബിൾ ഷെയിം, മറക്കാനാവാത്ത നാണക്കേട്, അൺഫിനിഷ്ഡ് ഡ്രീംസ് ഓഫ് ലൈഫ്, പൂർത്തിയാക്കാത്ത സ്വപ്നങ്ങൾ, അൺഅക്സെപ്റ്റബിൾ ഫെയിലിയേഴ്സ് ആൻഡ് ലോസ്, അസ്വീകാര്യമായ പരാജയങ്ങളും നഷ്ടങ്ങളും. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞാണ്, കോവിഡ് സമയത്ത് തൻ്റെ 3 സുഹൃത്തുക്കളാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. 3 സുഹൃത്തുക്കൾ നടന്നിട്ട് 1 വർഷത്തോളം ആകുന്നു. അത് നഷ്ടം ഇപ്പോഴും താങ്ങാൻ സാധിച്ചിട്ടില്ല. ജീവിതം വളരെ നന്നായിട്ട് പോകുന്നു, പക്ഷേ ചില നഷ്ടങ്ങൾക്ക് ഇർറിപ്ലേസിബിൾ ആണ്. എല്ലാ കുടുംബങ്ങളും എടുത്തു നോക്കിയാൽ there are healings needed in one way or the other. ദേവാലയത്തിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. But healing in some way or the other is needed. Just ask for yourself, is there an inner peace that we are going through? പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ സമാധാനവും സൗഖ്യവും, ഡോക്ടർ ആകണമെന്നില്ല, വാക്കിൽ കൂടിയുള്ള സമാധാനവും സൗഖ്യവും. എന്താ ചെയ്യേണ്ടത് അതോട് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറവീൻ എന്നാ പറയുന്നത്. ദൈവരാജ്യം നിങ്ങളോട് സമീപിച്ചിരിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് നിയർ യു. അത്രമാത്രം പറഞ്ഞാൽ മതി. കിങ്ഡം ഓഫ് ഗാഡ് ഇസ് നിയർ യു. എന്താണ് കിങ്ഡം ഓഫ് ഗാഡ്? വാട്ട് ഇസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ കടന്നു പോകുന്ന ഒരു വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. Where God is reigning, ദൈവം നയിക്കുന്നു. ദൈവം നയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രോഗികൾ സൗഖ്യപ്പെടുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു, നിങ്ങളുടെ വേദനകൾ അതിജീവിക്കാനുള്ള ദൈവം കൃപ നൽകുന്നു, ശക്തി നൽകുന്നു. Through Christ, you and I can live today under the reign of God, however incomplete we are. However incomplete we are. സാധിക്കുമോ? ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ ധന്യമായി തീരുന്നത്. Recognizing the kingdom of God in your midst, at your work, at your school, at the church, on the soccer field, within the family, at the reunion. ഇതിനെല്ലാം ദൈവരാജ്യ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് സമാധാനവും സൗഖ്യവും ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, a new year and new decisions have started. ഇന്ന് പ്രഭാതത്തിൽ വായിച്ച് our daily breadൽ എഴുതിയിരിക്കുന്നൊരു വാചകം ഇങ്ങനെയാണ്:
Researchers had named this new year and new decision as a fresh start effect. A fresh start effect. തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു. They suggest that at calendar points like these, we are more prone to assess our lives and try putting our failures behind us, to start over. Wanting to be better people, we long for a fresh start. പരാജയങ്ങളുണ്ട്, തകർച്ചകളുണ്ട്, തർക്കങ്ങളുണ്ട്, ബന്ധങ്ങൾ ശരിയായിട്ടില്ല. എന്നാൽ ഒരു പുതിയൊരു വർഷത്തിൽ can we fresh start again? 3 ചിന്തകളാണ് പറയാൻ ആഗ്രഹിച്ചത്. It's never too late to respond to the call of God. Responding positively does not mean that we'll be received with open arms. But still we are called to continue to be agents of healing and peace. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നീ പലതും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കുടുംബം, കുഞ്ഞുങ്ങൾ, സമ്പത്ത്, കഴിവ്, സമൃദ്ധി അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ സമാധാനവും സൗഖ്യവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ബാഹ്യമായ സൗഖ്യമല്ല കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലെ സൗഖ്യം, ഞങ്ങളുടെ റിലേഷൻഷിപ്സ്, ഞങ്ങളുടെ ഫീലിങ്സ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മധ്യയുള്ള സൗഖ്യം, ഞങ്ങളുടെ ഗിൽറ്റ്, ഞങ്ങളുടെ ഫെയിലിയേഴ്സ്, ലോസ്, ഇതിൻ്റെ മധ്യയൊക്കെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ്. ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നഷ്ടങ്ങളിലും ഈ രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് സമാധാനവും സൗഖ്യവും പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്.